Namaskaram and Swagatam to Fluent in Malayalam, dear friends. Today I'm going to try a new thing. I'm going to give you some reading practice in Malayalam. So, here today I'm going to read a story from Aesop Fables. I'm not going to explain each word by word or give you the meanings of that. I'm going to read it so you'll get a practice of hearing and watching Malayalam words and sounds. So, since this is a new thing, I would like to get some feedback from you. So, please do comment in the comment section, and I will definitely use that to improve my future videos. So, let's get started with the story. So, today's reading practice is the story Kurukkanum Mundiriyum, which is Fox and the Grapes. It's a very popular and very familiar story for everyone. I mean, almost everyone, and it is from Aesop Fables. So, let's do the reading practice. Just listen to the words and just see how the words are spelled. That's all we want in this session. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ കുറുക്കൻ ആഹാരം തേടി കാട് മുഴുവൻ ചുറ്റിത്തിരിയും. വൈകുന്നേരം ആകുമ്പോഴേക്കും ആഹാരമൊക്കെ കഴിച്ച് വയറും നിറച്ച് തൻ്റെ ഗുഹയിൽ തിരിച്ചെത്തും. ഒരു ദിവസം പതിവ് പോലെ കുറുക്കൻ തൻ്റെ ഗുഹയിൽ നിന്നും ആഹാരവും തേടി പുറത്തിറങ്ങി. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. കുറുക്കൻ അന്ന് ഒരുപാട് അലഞ്ഞിട്ടും അവന് ആഹാരമൊന്നും കിട്ടിയില്ല. അവൻ വിശപ്പും ദാഹവും കാരണം അവശനായി. അങ്ങനെയിരിക്കുമ്പോഴാണ് കുറുക്കൻ ഒരു മരത്തിൽ നിറയെ മുന്തിരിവള്ളികൾ പടർന്നു കിടക്കുന്നത് കണ്ടത്. ആ മുന്തിരിവള്ളികൾ നിറയെ നല്ല പഴുത്ത മുന്തിരികൾ കുലകുലയായി കിടക്കുന്നു. ഇത് കണ്ട് കുറുക്കന് കൊതി സഹിക്കാനായില്ല. രാവിലെ മുതൽ ചുറ്റിത്തിരിയുന്നു. ഇതുവരെ കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. വിശന്നിട്ടും വയ്യ. ഈ മുന്തിരികൾ അടർത്തിയെടുത്ത് കഴിച്ചാൽ വിശപ്പും മാറും, ദാഹവും മാറും എന്നും പറഞ്ഞ് കുറുക്കൻ മുന്തിരിവള്ളിയുടെ അരികിലേക്ക് പോയി. അവൻ മുന്തിരി പറിച്ചെടുക്കുന്നതിനായി എത്തി നോക്കി. അപ്പോഴല്ലേ രസം. അവനത് അടർത്തിയെടുക്കാൻ പറ്റുന്നതിലും അല്പം ഉയരത്തിൽ ആയിരുന്നു. വിശപ്പും കൊതിയും കാരണം കുറുക്കൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ മുന്തിരി പറിച്ചെടുക്കുന്നതിനായി ഒന്ന് ചാടി നോക്കി. അപ്പോഴും അവന് ആ മുന്തിരികൾ കൈക്കലാക്കാൻ കഴിഞ്ഞില്ല. കുറുക്കൻ ആലോചിച്ചു, എങ്ങനെയും ആ മുന്തിരികൾ പറിച്ചെടുക്കണം. നല്ല മുന്തിരികൾ. ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നു. അവൻ ഓടിക്കൊണ്ടുവന്നു ഒന്നും കൂടി ചാടി നോക്കി. അപ്പോഴും അവനത് കിട്ടിയില്ല. അവൻ പലതവണ അത് ആവർത്തിച്ചു. എന്നിട്ടും ആ മുന്തിരികൾ അവന് അടർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശ്രമങ്ങൾ എല്ലാം വിഫലമായി. വിശപ്പും ദാഹവും കാരണം വലഞ്ഞ ആ കുറുക്കൻ നിരാശനായി. അവൻ ആ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ ഇരുന്ന് ആലോചിച്ചു. മുന്തിരികൾ അടർത്തിയെടുക്കാൻ ഒരു വഴിയുമില്ലാതെ കുറുക്കൻ പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. മുന്തിരി പുളിപ്പാണ്. ഈ പുളിപ്പുള്ള മുന്തിരിക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇതും പറഞ്ഞ് ആ കുറുക്കൻ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. ഗുണപാഠം:
നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ നല്ലതല്ല എന്ന് ചിന്തിക്കരുത്. So that is the story. I know there were some issues with when I was reading, like getting stuck somewhere and the cursor was not moving the way I wanted to. But I hope you got a chance to hear a Malayalam story and how we read Malayalam, basically looking onto the letters, looking onto the words. So the moral of the story is that it's very natural for us to think that the things that is out of reach, the things that are not within our reach are not good. So that is what the fox did, and it's a very familiar and very popular story, and it's not a very good way to look at things in our life. So that is the story for today, and that is the moral for today. I hope you all have a wonderful day. And also I need your suggestions on how I can improve the reading sessions. I'll be doing more. I have difficulties getting the right books and the right resources to present this, but as soon as I figure it out, I will bring more stories and I will give you more reading sessions. I hope you enjoyed this, so please do like and share, and if not subscribed yet, please subscribe. Nandi for watching. Namaskaram.